പ്രിയരെ, ജീവിതം ഒരു നേർരേഖയല്ല. അതിൽ ഉയർച്ചയും താഴ്ചയുമുണ്ട്, വളർച്ചയും തളർച്ചയുമുണ്ട്, പ്രതിസന്ധികളും പ്രതീക്ഷകളുമുണ്ട്. എന്നാൽ ഒരു കാര്യം എല്ലാവരും ഓർക്കണം: നമ്മുടെ വളർച്ചയിൽ നമ്മുടെ ചുറ്റും ധാരാളം ആളുകളെ കാണാം. എന്നാൽ നമ്മുടെ തളർച്ചയിൽ വിരളം ആളുകൾ മാത്രമേ കാണൂ. തളർച്ചയിൽ നാം ഒരിക്കലും തകരരുത്, വളർച്ചയിൽ നാം ഒരിക്കലും അഹങ്കരിക്കരുത്. ചുറ്റുമുള്ളവരോട് വിനയത്തോടെ പെരുമാറണം. എന്നാൽ തളർച്ചയിൽ നമ്മോടൊപ്പം ആശ്വാസമേകിയവർ, തുണയായവർ, അവരെ ഒരിക്കലും നാം അകറ്റരുത്. അവരെ എന്നെന്നും നന്ദിയോടെ ഓർക്കണം. അവർ ചെയ്തു തന്ന പിന്തുണകൾ, സഹായങ്ങൾ, അവർ മരിച്ചാലും നമ്മുടെ ഓർമ്മയിൽ മരിക്കരുത്. തിരുനബിയുടെ കുടുംബജീവിതത്തിൽ സുന്ദരമായൊരു ചരിത്രം. എന്നാൽ കണ്ണീർ വീഴാതെ ഈ നന്ദി പ്രകടനത്തിന്റെ കഥ പറയാനാകില്ല. വരൂ, നമുക്ക് മക്കയിലേക്ക്, അങ്ങ് മദീനയിലേക്കെല്ലാം മനസ്സുകൊണ്ടൊന്ന് പോകാം. ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 30ാമത്തെ വയസ്സിൽ ഉണ്ടായ ഒന്നാമത്തെ മോളാണ് സുന്ദരിയായ സൈനബ് റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു ഈ മോളോട്. അങ്ങനെ അവർ വലുതായപ്പോൾ അവർക്കുള്ള നല്ല ഭർത്താവിനെ കണ്ടെത്തിയതും മഹദി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തന്നെയാണ്, മറ്റാരുമായിരുന്നില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരി ഹാലയുടെ മകനായ അബുൽ ആസ് എന്ന സമ്പന്നനായ കച്ചവടക്കാരനായിരുന്നു അത്. അങ്ങനെ അബുൽ ആസിന്റെയും സൈനബ് റളിയല്ലാഹു അൻഹയുടെയും സ്നേഹസമ്പന്നമായ കുടുംബജീവിതം മുന്നോട്ടു പോകുന്നതിനിടയിൽ മുത്തനബി തങ്ങൾക്ക് 40ാമത്തെ വയസ്സിൽ നബുവത്ത് ലഭിച്ചു. അങ്ങനെ നബിയുടെ പുന്നാര മോൾ സൈനബ് റളിയല്ലാഹു അൻഹ സത്യസാക്ഷ്യം അംഗീകരിച്ച് തുടക്കത്തിൽ തന്നെ സത്യവിശ്വാസിനിയായി മാറിയിട്ടുണ്ട്. എന്നാൽ തൻ്റെ ഭർത്താവ് മാന്യനാണ്, സ്നേഹനിധിയാണ്, നല്ല കച്ചവടക്കാരനാണ്, പക്ഷെ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. എന്നാൽ സൈനബ് റളിയല്ലാഹു അൻഹയെ ഒഴിവാക്കാൻ ഒരിക്കലും അബുൽ ആസ് തയ്യാറുമല്ല. അവരെ തമ്മിൽ പരസ്പരം വേർപിരിക്കാൻ അന്ന് ശരീഅത്ത് നിയമപ്രകാരം ഒന്നും അവതീർണവുമായിട്ടില്ല. അങ്ങനെ 10 വർഷത്തോളം സൈനബ് റളിയല്ലാഹു അൻഹ അബുൽ ആസിന്റെ കൂടെ മക്കയിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണ്. സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് വല്ലാത്ത സങ്കടമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സങ്കടമുണ്ട്. കാരണം തൻ്റെ മരുമകൻ അബുൽ ആസ് മുസ്ലിമായിട്ടില്ല. അവരോടൊപ്പമാണ് തൻ്റെ മോൾ സൈനബ് റളിയല്ലാഹു അൻഹ കഴിഞ്ഞുകൂടുന്നത് എന്ന സങ്കടമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളത്. എന്നാൽ അബുൽ ആസ് ആകട്ടെ പൊന്നുപോലെയാണ് തൻ്റെ ഭാര്യയെ നോക്കുന്നത്. അങ്ങനെ ധർമ്മ സംരക്ഷണാർത്ഥം മുത്തുനബി തങ്ങൾ മക്ക വിട്ട് മദീനയിലേക്ക് പോകുന്ന നിമിഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പൊന്നുമോൾ സൈനബ് ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ച് ചേർത്തു പിടിച്ച് ആശ്വസിപ്പിക്കുന്ന നിമിഷങ്ങളുണ്ട്. കാരണം അതിനിടയിൽ പൊന്നുമ്മ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായിട്ടുണ്ട്. അതുകൊണ്ട് ഉമ്മ വഫാത്തായിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഉപ്പയാണ് മക്ക വിട്ട് ഇനി മദീനയിലേക്ക് പോകുന്നത്. ആയതിനാൽ സങ്കടത്തിലിരിക്കുന്ന സൈനബ് ബീവി റളിയല്ലാഹു അൻഹയെ ആശ്വസിപ്പിക്കുന്നു പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഹിജ്റയുടെ 1-ാം വർഷം കഴിഞ്ഞു. മുത്തുനബി തങ്ങൾ മദീനയിലാണ്. മകൾ സൈനബ് ബീവി റളിയല്ലാഹു അൻഹ മക്കയിലാണ്. ഹിജ്റയുടെ 2-ാം വർഷം ബദ്ർ യുദ്ധം നടക്കുന്നു. അന്ന് ബദ്ർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ സൈനബ് ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് അബുൽ ആസിനെ അബൂ ജഹൽ നിർബന്ധിച്ചിരുന്നു. ആ പ്രലോഭനത്തിൽ അകപ്പെട്ട് മക്ക മുശ്രിക്കുകളുടെ സേനയിൽ അബുൽ ആസും പങ്കെടുത്തു. അന്നേരം സൈനബ് ബീവിയുടെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. സങ്കടക്കടലാവും. കാരണം തൻ്റെ പൊന്നുപ്പാക്കെതിരെ പോരാടാൻ വേണ്ടിയാണ് തൻ്റെ ഭർത്താവ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്. മുത്തുനബിയോടുള്ള വിരോധം കൊണ്ടല്ല, കൂട്ടുമുന്നണിയുടെ ഭാഗമായിക്കൊണ്ടാണ് അബുൽ ആസ് പോകുന്നത്. അങ്ങനെ
ബദർ യുദ്ധം നടക്കുന്നു. ബദറിൽ മക്കാ മുശ്രിക്കുകൾ പരാജയപ്പെടുന്നു. ബദറിൽ 70 മക്കാ മുശ്രിക്കുകളെ തടവ് പുള്ളികളായി പിടിക്കപ്പെടുന്നു. അങ്ങനെ അവരെ മദീനയിലേക്ക് കൊണ്ടുപോകുന്നു. ആ കൂട്ടത്തിൽ 70 തടവ് പുള്ളികളുടെ കൂട്ടത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളുടെ ഭർത്താവായ അബുൽ ആസുമുണ്ട്. തടവ് പുള്ളികളെ മോചിപ്പിക്കാൻ നിബന്ധന വെച്ചു. പണക്കാരായിട്ടുള്ള തടവ് പുള്ളികളെ മോചിപ്പിക്കാൻ മോചനദ്രവ്യമായി പണം തന്നെ വേണം. കാരണം അബുൽ ആസ് അതിൽപ്പെട്ടവരായിരുന്നു. കാരണം നല്ല കച്ചവടക്കാരനായിരുന്നു. ദൂതന്മാർ മുഖേന മക്കയിലുള്ള വീട്ടുകാർക്ക് വിവരം കിട്ടി. കൂട്ടത്തിൽ സൈനബ് ബീവി റളിയല്ലാഹു അൻഹയ്ക്കും വിവരം കിട്ടി, തന്റെ ഭർത്താവ് തടവ് പുള്ളിയെ പിടിക്കപ്പെട്ടിട്ടുണ്ട്, മോചനദ്രവ്യം നൽകിയാൽ അവരെ വിട്ടയക്കും. അങ്ങനെ തന്റെ കയ്യിലുള്ള ആഭരണങ്ങളെല്ലാം ഒരു ദൂതൻ മുഖേന സൈനബ് ബീവി റളിയല്ലാഹു അൻഹ മദീനയിലേക്ക് കൊടുത്തയച്ചു. മദീനയിൽ ദൂതൻ എത്തുന്നു. ഓരോ മോചനദ്രവ്യം പരിശോധിക്കുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ അബുൽ ആസിന്റെ മോചനദ്രവ്യം പരിശോധിക്കുന്നതിനിടയിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയുന്നു. ഫലമ്മാ റആഹാ റസൂലുള്ളാഹി റഖ്ഖലഹാ റഖ്ഖൻ ശദീദ വദറഫത് ഐനാഹു. തന്റെ പ്രിയപ്പെട്ട മോൾ സൈനബ് ബീവി റളിയല്ലാഹു അൻഹ കൊടുത്തയച്ച മോചനദ്രവ്യം തുറന്നു നോക്കിയപ്പോൾ ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിതുമ്പി കരയുന്നു. എന്തിനാണ് കരയുന്നതെന്നറിയുമോ? സൈനബ് ബീവി റളിയല്ലാഹു അൻഹ കൊടുത്തയച്ച ആഭരണത്തിന്റെ കൂട്ടത്തിൽ ഒരു ആഭരണം ഉണ്ടായിരുന്നു. അത് കണ്ടതുകൊണ്ടാണ് മുത്തനബി തങ്ങൾ കരഞ്ഞത്. എന്താണ് ആ ആഭരണത്തിന്റെ പ്രത്യേകത? അത് തന്റെ പ്രിയപ്പെട്ട സ്നേഹനിധിയായ പ്രിയതമ മഹദി ഖദീജ റളിയല്ലാഹു അൻഹയുടെ മാലയാണത്. തന്റെ പ്രിയതമയുടെ മാറത്ത് പല പ്രാവശ്യം ആനന്ദത്തോടെ സന്തോഷത്തോടെ കണ്ട മാലയാകുന്നു സൈനബ് ബീവി റളിയല്ലാഹു അൻഹ മോചനദ്രവ്യമായി കൊടുത്തയച്ചിരിക്കുന്നത്. കാരണം ബീവി ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ പൊന്നുമോൾ സൈനബ് ബീവിക്ക് സമ്മാനമായി ഒരിക്കൽ നൽകിയതായിരുന്നു ആ മാല. ആ മാല കണ്ടപ്പോൾ തന്റെ പ്രിയതമയെ ഓർത്തുപോയി. പ്രിയതമയോടുള്ള ആ നല്ല നാളുകൾ ഓർത്തിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുന്നത്. ആ കരച്ചിൽ അറിയിക്കുന്നത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിന്റെ ഊഷ്മളതയാണ്. എങ്ങനെ മുത്തുനബി തങ്ങൾ ഈ മാല മോചനദ്രവ്യമായി സ്വീകരിക്കും? തന്റെ അനുയായികൾ അടുത്തേക്ക് ചേർത്തിട്ട് മുത്തുനബി തങ്ങൾ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഇത് എന്റെ ഖദീജയുടെ മാലയാകുന്നു. ഇത് എന്റെ പ്രിയപ്പെട്ട ഖദീജയുടെ മാലയാകുന്നു. അവർ എന്റെ മോൾ സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് സമ്മാനമായി ഒരിക്കൽ കൊടുത്തതാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ മാല സ്വീകരിക്കണോ? അതോ അബുൽ ആസ് എന്ന അവരുടെ ഭർത്താവിനെ മോചിപ്പിച്ച് ഈ മാല അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണോ? ഇത് കേട്ടപാടെ അനുയായികൾ കരയാൻ തുടങ്ങി. കാരണം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തോഷമായിരുന്നു അവരുടെ സന്തോഷം. അവർ പറഞ്ഞു, ഞാൻ യാ റസൂലല്ലാഹ്, ആ മാല നമുക്ക് വേണ്ട, അത് അവരേക്ക് തന്നെ കൊടുത്തയക്കാം നബിയെ. അബുൽ ആസിനെ നമുക്ക് പറഞ്ഞയക്കാം. ശരിക്കും അനുയായികളോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഒരു മാന്യനായ ഒരു നേതാവിന്റെ ഗുണമാണ് ആ കണ്ടത്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബുൽ ആസിനെ മക്കയിലേക്ക് വിട്ടയച്ചു. ആ മാല അവരുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. കൂട്ടത്തിൽ ഒരു നിബന്ധന വെച്ചിരുന്നു. അബുൽ ആസ്, നിങ്ങൾ മക്കയിലെത്തിയാൽ ഒരു കാര്യം ചെയ്യണം. എന്റെ പുന്നാരമോൾ സൈനബ് ബീവി റളിയല്ലാഹു അൻഹയെ ഇനി മദീനയിലേക്ക് പറഞ്ഞയക്കണം. അബുൽ ആസ് ഒരിക്കലും സഹിക്കാൻ കഴിയാത്തൊരു തീരുമാനമായിരുന്നു. പക്ഷേ അതല്ലാതെ വേറെ മാർഗമില്ല. ഈ ചരിത്രം പിന്നെ നീണ്ടുപോകുന്നുണ്ട്. ബഹുമാനപ്പെട്ട മഹദി സൈനബ് ബീവി റളിയല്ലാഹു അൻഹ പിന്നെ മദീനയിലേക്ക് വരുന്നുണ്ട്, അബുൽ ആസ് ഇല്ലാതെ തന്നെ. അങ്ങനെ വർഷങ്ങൾ അവിടെ കഴിഞ്ഞുകൂടുന്നുണ്ട്.
ഈ ചരിത്രം നീണ്ടുപോകുന്ന മനോഹരമായ ചരിത്രമാണ്. അതിൻ്റെ പാതിവയിൽ വെച്ച് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഒരു കാര്യം കൂടി പറയുന്നു. അബുൽ ആസ് പിന്നീട് മുസ്ലിം ആകുന്നുണ്ട്, സ്വഹാബിയായി മാറിയിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. പറഞ്ഞു വന്നത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ മാല കണ്ടപ്പോൾ തന്നെ കരയാൻ തുടങ്ങി. നോക്കൂ, ആ സ്നേഹബന്ധം, ആ ഓർമ്മകൾ അലട്ടി വരുന്നത് കൊണ്ടാണല്ലോ ആ കരച്ചിൽ. ഒരിക്കലും മറക്കുകയില്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയെ. കാരണം അത്രമേൽ പിന്തുണയും സ്നേഹവും പരിഗണനയും നൽകിയിരുന്നു. നോക്കൂ, മറ്റൊരു സംഭവം. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയാകുന്നു ഈ കഥ ലോകത്തോട് പറയുന്നത്. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു തന്റെ ഗ്രന്ഥത്തിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഒരു ദിനം ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു വൃദ്ധയായ സ്ത്രീ കടന്നു വന്നു. അവരെ എനിക്കൊരിക്കലും പരിചയമൊന്നുമില്ല. മദീനയിൽ അത്ര അറിയപ്പെട്ട സ്ത്രീയുമൊന്നുമല്ല. പക്ഷേ ആ സ്ത്രീയെ കണ്ടപാടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടിച്ചെന്ന് വൈകാരികമായി സ്വീകരിച്ചു. കുശല അന്വേഷണങ്ങൾ നടത്തി അവർക്ക് സമ്മാനങ്ങൾ നൽകിയിട്ടാണ് യാത്രയാക്കുന്നത്. ജിജ്ഞാസയോടെ ഞാൻ ചോദിച്ചു, നബിയെ, എന്തിനാണ് ഇത്രമാത്രം അവരോട് അങ്ങനെ പെരുമാറിയത്? ആരായിരുന്നു അവർ? അന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ മറുപടി ഓർക്കണം നമ്മൾ. ഇന്നഹാ കാനത് തഅതീന അയ്യാമ ഖദീജ. ആ വന്ന സ്ത്രീ ഉണ്ടല്ലോ, അത് എൻ്റെ ഖദീജയുടെ കൂട്ടുകാരിയാണ് റളിയല്ലാഹു അൻഹ. ഖദീജ ഉള്ള കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ടായിരുന്ന സ്ത്രീയാണത്. നോക്കൂ, തൻ്റെ ഭാര്യയുടെ കൂട്ടുകാരികളെപ്പോലും എത്രമേൽ ഹൃദ്യമായാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കുന്നത്. കാരണം ഇല്ലായ്മയുടെ കാലത്ത്, ഒന്നുമില്ലായ്മയുടെ കാലത്ത്, പട്ടിണിയുടെ കാലത്ത് തന്നെ പൊന്നുപോലെ നോക്കിയവരാണ് ആര്? ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഖദീജ ബീവിയെ ഓർക്കുമായിരുന്നു, സ്മരിക്കുമായിരുന്നു. അവിടുത്തെ മദ്ഹുകൾ, അവിടത്തെ കുറിച്ചുള്ള പ്രകീർത്തനങ്ങൾ നടത്താറുണ്ടായിരുന്നു. ഈ സംഭവം പറഞ്ഞിട്ട് മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യാ ആയിഷ റളിയല്ലാഹു അൻഹ, ഇന്ന ഹുസ്നൽ അഹ്ദി മിനൽ ഈമാൻ. ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇതാണ് നമ്മൾ ആമുഖത്തിൽ പറഞ്ഞത്. യാ ആയിഷ റളിയല്ലാഹു അൻഹ, ഇന്ന ഹുസ്നൽ അഹ്ദി മിനൽ ഈമാൻ. പഴയകാല ബന്ധങ്ങളെ നല്ല രീതിയിൽ അവരോട് പെരുമാറുക എന്നത് ഈമാനിന്റെ ഭാഗമാണ്. നല്ലത് വീട്ടിൽ എന്തുണ്ടാക്കിയാലും നബി ഖദീജ റളിയല്ലാഹു അൻഹയെ ഓർക്കും. ഒരു ആടിനെ അറുത്താൽ അതിന്റെ ഒരു വിഹിതം എടുത്ത് ഖദീജ ബീവിയുടെ സ്മരണക്കായി അവരുടെ ബന്ധപ്പെട്ടവരിലേക്ക് കൊടുത്തയക്കും. പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങളെ സഹായിച്ച പലരുമുണ്ടാവും. ഉറ്റവരാകാം, കുടുംബക്കാരാകാം, ബന്ധുക്കളാകാം, ഒരു പക്ഷെ ഇവരാരുമാകില്ല, നിങ്ങളുടെ സുഹൃത്തുക്കളാകാം. അവരെ നിങ്ങൾ നന്ദിയോടെ ഓർക്കണം എന്നും. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ പല പ്രയാസങ്ങളും നേരിടേണ്ടി വന്നപ്പോൾ തുണയായി നിന്ന നിങ്ങളുടെ ഭാര്യ, തുണയായി നിങ്ങൾ നിന്ന നിങ്ങളുടെ ഭർത്താവ്, നിങ്ങൾക്ക് തണലേകി നിന്ന നിങ്ങളുടെ പൊന്നുമ്മ, നിങ്ങളുടെ പൊന്നുപ്പ, ഒരു പക്ഷേ അവരിൽ പലരും ഇന്ന് മൺമറഞ്ഞു പോയിട്ടുണ്ടാകും. എന്നാലും നമ്മളിൽ അവർ ഒരിക്കലും മരിക്കരുത്. ഒരു ഫാത്തിഹയെങ്കിലും അവരിലേക്ക് ഹദിയ ചെയ്ത് അവരെ സന്തോഷിപ്പിക്കുവിൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.